ഹലോ കുട്ടി കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണോ? ഇന്ന് നമ്മളൊരു വലിയ യാത്ര പോവുകയാണ്. എവിടേക്കാണെന്നോ? നീലക്കടലിൻ്റെ ഉള്ളിലേക്ക്. അവിടെ വെള്ളത്തിനടിയിൽ താമസിക്കുന്ന നമ്മുടെ കുഞ്ഞി കൂട്ടുകാരെ കാണാൻ നിങ്ങൾക്കിഷ്ടമാണോ? നമുക്കൊരു കളി കളിക്കാം. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് ചില കടൽ ജീവികളുടെ ചിത്രങ്ങൾ കാണിച്ചു തരാം. 10 സെക്കൻഡിനുള്ളിൽ അത് ഏതു മൃഗമാണെന്ന് നിങ്ങൾ വേഗത്തിൽ പറയണം. ആദ്യത്തെ ചിത്രം ഏതാണ്? ഇതാരാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? എങ്കിൽ വേഗം പറഞ്ഞോളൂ. അതെ, ഇതൊരു കടലാമയുടെ ചിത്രമാണ്. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്, മിടുക്കർ. നിങ്ങൾക്കറിയാമോ, കടലാമകൾക്ക് വെള്ളത്തിനടിയിൽ ദീർഘനേരം നീന്തി തുടിക്കാൻ ഇഷ്ടമാണ്. ദാ വരുന്നു അടുത്ത ചിത്രം. ഇതാരാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? അതെ, ഇത് കടൽ കുതിരയാണ്. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. കടൽ കുതിരകൾ കുതിരകളെപ്പോലെ തോന്നിക്കുമെങ്കിലും അവർ ശരിക്കും മീനുകളാണ്. ഇനി പറയൂ, ഇതാരാണെന്ന് ആർക്കെങ്കിലും പറയാമോ? ഇതൊരു തിരണ്ടിയാണ്. നിങ്ങൾക്കറിയാമോ? തിരണ്ടികൾ വെള്ളത്തിനടിയിൽ നീന്തുന്നത് കണ്ടാൽ ഒരു പക്ഷി പറക്കുന്നത് പോലെയുണ്ടല്ലേ? അവയുടെ പരന്ന ശരീരം അതിന് സഹായിക്കുന്നു. അറിയാമോ കൂട്ടുകാരെ, തിരണ്ടികളുടെ കണ്ണുകൾ ശരീരത്തിന്റെ മുകൾ ഭാഗത്താണ്, പക്ഷേ വായ താഴെ ഭാഗത്തുമാണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർ കടലിന്റെ അടിയിലെ മണലിനടിയിൽ ഒളിച്ചിരിക്കാറുണ്ട്. ഇനി പറയൂ കൂട്ടുകാരെ, ഈ കാണുന്നത് ആരാണെന്ന്? അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇതൊരു സ്രാവാണ്. കുട്ടികൾക്ക് സ്രാവിനെക്കുറിച്ച് അത്ഭുതം തോന്നുന്ന കാര്യങ്ങൾ കൂടി പറയാം. സ്രാവുകൾക്ക് ആയിരക്കണക്കിന് പല്ലുകളുണ്ടെന്ന്. ഒരു പല്ല് കൊഴിഞ്ഞു പോയാൽ അവിടെ പുതിയൊരെണ്ണം പെട്ടെന്ന് തന്നെ വരും. സ്രാവുകൾക്ക് ഉറങ്ങുമ്പോൾ പോലും നിർത്താതെ നീന്തിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് അവർക്ക് ശ്വസിക്കാൻ കഴിയുന്നത്. കടലിലെ ഏറ്റവും വേഗതയുള്ള നീന്തൽക്കാരാണ് സ്രാവുകൾ. കൂട്ടുകാരെ, ഇതിന്റെ പല്ലുകൾ കണ്ടോ? വളരെ മൂർച്ചയുള്ളതാണല്ലേ? ഇത് നമ്മുടെ കടലിലെ ശക്തനായ സ്രാവാണ്. ഇതാരാണെന്ന് എനിക്ക് പറഞ്ഞുതരോ? വേഗം പറഞ്ഞോളൂ, ഇതാരാണ്? അതെ, ഇതൊരു നീരാളിയാണ്. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. നിങ്ങൾക്കറിയാമോ, നീരാളികൾക്ക് 8 കൈകളുണ്ട്. അതുമാത്രമല്ല, അവർക്ക് 3 ഹൃദയങ്ങളുമുണ്ട്. ഇതാ വരുന്നു അടുത്ത ആൾ. വളരെ കൗതുകകരമായിട്ടുള്ളൊരു ജീവിയാണ്. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇതൊരു നക്ഷത്ര മത്സ്യമാണ്. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, നക്ഷത്ര മത്സ്യത്തിന് നമ്മുടെ പോലെ തലയിൽ കണ്ണുകളില്ല. പകരം അവയുടെ ഓരോ കൈകളുടെയും അറ്റത്താണ് കണ്ണുകളുള്ളത്. ശരിക്കും ഒരു അത്ഭുതം തന്നെയല്ലേ? ഇനി പറയൂ കൂട്ടുകാരെ, ഈ കാണുന്നത് ആരാണെന്ന്? ഇതൊരു ജെല്ലിഫിഷാണ്. നിങ്ങൾക്കറിയാമോ, ജെല്ലിഫിഷിന് നമ്മുടെ പോലെ തലച്ചോറില്ല. അതുമാത്രമല്ല, അവർക്ക് ഹൃദയവും എല്ലുകളുമില്ല. ജെല്ലിഫിഷിന്റെ ശരീരത്തിന്റെ ഭൂരിഭാഗവും വെറും വെള്ളമാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും മൃദുവായ ശരീരമുള്ളത്. ചില ജെല്ലിഫിഷുകൾ രാത്രിയിൽ കടലിനടിയിൽ മനോഹരമായ വെളിച്ചം പുറത്തുവിടാറുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. ഇനി പറയൂ കൂട്ടുകാരെ, ഇതാരാണെന്ന്? അതെ, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ്. ഇതൊരു ഡോൾഫിനാണ്. ഡോൾഫിനുകൾ കടലിലെ ഏറ്റവും ബുദ്ധിയുള്ള ജീവികളിൽ ഒന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? അവരെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയാണ് തോന്നാറുള്ളതല്ലേ? മനുഷ്യരോട് വളരെ വേഗത്തിൽ കൂട്ടുകൂടുന്ന ജീവികളാണ് ഡോൾഫിനുകൾ. കൂട്ടുകാരെ, ഒന്ന് നോക്കൂ, ഇതാരാ? ായിരിക്കും. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇതൊരു ലോബ്സ്റ്ററാണ്. കുട്ടികൾക്ക് രസകരമായി തോന്നുന്ന ഈ കാര്യങ്ങൾ കൂടി പറയാം.
ലോബ്സ്റ്ററിന് നല്ല ഉറപ്പുള്ള 2 കൈകളുണ്ട്. അത് വെച്ച് അവർക്ക് ഭക്ഷണങ്ങൾ മുറിച്ചെടുക്കാൻ കഴിയും. മറ്റൊരു രസകരമായ കാര്യം പറയട്ടെ, ലോബ്സ്റ്ററുകൾ ശ്വസിക്കുന്നത് അവയുടെ കാലുകൾ ഉപയോഗിച്ചാണ്. ലോബ്സ്റ്ററുകൾ കടലിനടിയിൽ പല നിറങ്ങളിൽ കാണാറുണ്ട്. നീലയും പച്ചയും ഓറഞ്ചുമൊക്കെ. നോക്കൂ കൂട്ടുകാരെ, ഇതാരായിരിക്കും? അതെ, ഇതൊരു കോമാളി മത്സ്യമാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കോമാളി മത്സ്യം താമസിക്കുന്നത് സീ ആനിമോൺ എന്ന് പേരുള്ള മനോഹരമായ കടൽ പൂക്കൾക്കിടയിലാണ്. അവയുടെ തിളങ്ങുന്ന ഓറഞ്ച് നിറവും വെളുത്ത വരകളും കാണാൻ നല്ല ഭംഗിയല്ലേ? നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നീമോ ഒരു ക്ലൗൺ ഫിഷ് ആണെന്ന് കൂട്ടുകാർക്കറിയാമോ? അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ കടൽ യാത്ര എങ്ങനെയുണ്ടായിരുന്നു? ഒരുപാട് പുതിയ കൂട്ടുകാരെ നമ്മൾ പരിചയപ്പെട്ടില്ലേ? ഏത് കടൽ ജീവിയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ കടൽ ലോകത്തെ വിശേഷങ്ങൾ ഇപ്പോഴത്തേക്ക് ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി ഉടനെ വരാം. ബൈ.